സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വിഷു പ്രമാണിച്ച് സാധാരണഗതിയിൽ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ വിതരണം പ്രഖ്യാപിക്കാറുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ഏപ്രിൽ 5-ാം തീയതി തന്നെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പെൻഷൻ വിതരണം ഏപ്രിൽ 4-നാണ് സംസ്ഥാനത്ത് അവസാനിച്ചത്. അപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് വിഷുവിന് മുൻപായി പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. വിഷു ഈ ഏപ്രിൽ മാസം 14-ന് വരുന്നത് കൊണ്ടാണ് അതിനു മുൻപായി തന്നെ പെൻഷൻ തുക സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി സർക്കാർ നേരത്തെ വിതരണം ആരംഭിക്കുന്നത്. വിഷുവിന് മുന്നോടിയായി 1 കോടി ക്ഷേമ പെൻഷനാണ് ധനമന്ത്രി വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നതിന് 820 കോടി രൂപയാണ് ധനമന്ത്രി അനുവദിച്ചത്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് വിഷുക്കാലത്ത് പെൻഷൻകാർക്ക് എത്തിച്ചേരുക. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക നേരിട്ട് വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. 8 ലക്ഷത്തിലധികം വരുന്ന ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായ 200, 300 അതുപോലെ 500 രൂപ വരെയുള്ള തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് 1300, 1400, 1100 തുടങ്ങിയ തുകകൾക്ക് ശേഷം ബാക്കി വരുന്ന 200, 300, 500 എന്നീ തുകകൾ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. ഏപ്രിൽ മാസങ്ങളിൽ വിഷു കൈനീട്ടമായി സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തിങ്കളാഴ്ചയോ അതിനടുത്ത ദിവസമോ തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ 14-ന് വിഷു ആണെന്നതിനാൽ തന്നെ പെൻഷൻ വിതരണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കം. വിഷുവിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കെല്ലാം തുക ലഭിക്കുന്നതാണ്. അതോടൊപ്പം വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് 8 മുതൽ 10 വരെ ദിവസങ്ങൾ എടുക്കുന്നതിനാൽ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ ഒരു വിഭാഗത്തിന് ചിലപ്പോൾ വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുക. എങ്കിലും പരമാവധി പേർക്ക് പെൻഷൻ തുക വീടുകളിൽ എത്തിച്ചു നൽകുവാൻ സഹകരണ സംഘം ജീവനക്കാർ പരിശ്രമിക്കുന്നതാണ്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് 2 ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും ഒപ്പം ഈ സാമ്പത്തിക വർഷത്തിലെ കടമെടുക്കുവാനുള്ള അനുമതി ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് 1 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 1 ഗഡു പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം അടുത്ത തിങ്കളാഴ്ചയോ അതിന് ശേഷമോ ഉള്ള ദിവസം ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.